ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ ഗാർഡൻ വ്യൂ അപ്ഡേറ്റ്സ് ആണ്. എന്തൊക്കെ ആണ് പുതിയ അപ്ഡേറ്റ്സ് നമ്മുടെ ഗാർഡനിൽ ഉണ്ടായേക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതുതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വീഡിയോ ഇടാനൊരു പ്രചോദനമാവുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ നിറയെ ചെടികളൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ മുല്ലയിൽ നിറയെ മുട്ടൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഗാർഡൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്നാലും നമുക്ക് പുതിയ പുതിയ വീഡിയോകൾ ഇനി ഇടാൻ പറ്റുള്ളൂ. കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ജമന്തിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുല്ല, ഇവിടെ വേറൊരു ഐറ്റം മുല്ലയും കൂടി സെറ്റായി വരുന്നുണ്ട്, കാണുന്നുണ്ടാവും. ഇതിങ്ങനെ ഇതിലേക്ക് വേറൊരു പ്ലാന്റ് ഇങ്ങനെ കയറ്റി വിട്ടേക്കുവാണ്. അപ്പോൾ ഇത് സെറ്റായി വരുന്നുണ്ട്. ഇതിൽ ഫ്ലവറിങ് ഒക്കെ ആയിട്ടുണ്ട്. ഇതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഓക്കെ. അപ്പോൾ എല്ലാ പ്ലാന്റ്സും നിറയെ പൂവൊക്കെ ആയി എല്ലാം നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ഗാർഡൻ എത്രത്തോളം നല്ല രീതിയിൽ നിൽക്കുന്നുണ്ടെന്ന്. ടെറസിലാണ് കേട്ടോ ഈ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ തന്നെ എല്ലാ ചെടികളും നല്ല രീതിയിൽ തന്നെ നിർത്താൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഡെയിലി വാട്ടറിങ് ചെയ്യാറുണ്ട്. വാട്ടറിങ് ചെയ്തില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. കാരണം എന്ന് വെച്ചാൽ ടെറസിലാണ് വല്ലാത്ത ചൂടാണ്. ചെടികൾക്ക് താങ്ങുന്നതിൽ അപ്പുറമാണ് ചൂട്. അപ്പോൾ ഡെയിലി നമ്മൾ വാട്ടറിങ് ചെയ്ത് കൊടുക്കണം, എങ്കിൽ മാത്രമേ സെറ്റ് ആവുള്ളൂ. ഇത് ആ വള്ളി ഇങ്ങനെ പടർത്തി വിട്ടിരിക്കുന്നതിലുള്ള ഫ്ലവറാണ്. നല്ല ചന്തമാണ് കാണാൻ. എനിക്ക് ഇഷ്ടമാകും, കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഞങ്ങൾക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. നമ്മുടെ വെൻകയിൽ നിറയെ ഫ്ലവറിങ് ആയിട്ടുണ്ട്. വൈറ്റും പിങ്കും ആണ് എൻ്റെ കയ്യിലിപ്പോൾ നിലവിലുള്ളത്. ഓക്കെ. ഇപ്പോൾ ചൈനീസ് ബേൾസാണ്, നന്നായിട്ട് തന്നെ അതൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ബിഗോണിയ, വൈറ്റ് ബിഗോണിയ ആണ്. ഓക്കെ. പിങ്ക് ബിഗോണിയയും ഉണ്ട്. അത് വഴിയെ കാണിക്കാം. ഓക്കെ. പെൻഡാസിലൊക്കെ നിറയെ മുട്ടൊക്കെ ആയി ഫ്ലവറിങ് ഒക്കെ ആയിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ. നമുക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇവിടെ ഒരു വൈറ്റ് ജമന്തി മുട്ടൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ. എന്തോ നമ്മുടെ സീനയിൽ നിറയെ ഫ്ലവറിങ് ആയിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ. ഇവിടെ റോസയിൽ നിറയെ മുട്ടൊക്കെയായി വന്നിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ. റെഡ് റോസാണ്, ചില്ലി റെഡാണ്. ചില്ലി റെഡ്. വൈറ്റ് റോസാണ്. വൈറ്റ് റോസിൽ ഫ്ലവറിങ് ഒക്കെ ആയിട്ടുണ്ട്. സീനിയയുടെ ഫ്ലവർ കണ്ട ഇത് രസമാണല്ലേ? നോക്ക്, കണ്ടോ? ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ സെറ്റായി വരുന്നുണ്ട്.
പിങ്ക് ബിഗോണിയാണ്. അലമണ്ട യെല്ലോ നാടൻ വെറൈറ്റിയാണ് നമ്മുടെ കയ്യിലുള്ളത്. യൂഫോബിയ ഡബിൾ പെറ്റലാണത്, ഇത് സിംഗിൾ പെറ്റലാണ്. വെരി സിംഗിൾ പെറ്റൽ തന്നെയാണ്, പക്ഷെ സ്മോൾ ഫ്ലവറാണ്. നമ്മുടെ റിയോ പ്ലാന്റ് ഒക്കെ സെറ്റായി വരുന്നുണ്ട്. ഇതും യൂഫോബിയയുടെ തന്നെയാണ്, വേറൊരു വെറൈറ്റിയാണ്. നമ്മുടെ ഹാങ്ങിങ്സ് ഒക്കെ കാണാം. ചൂട് കൂടിയതായതുകൊണ്ട് ഹാങ്ങിങ്സ് ഒക്കെ ഇച്ചിരി മഞ്ഞളിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഇനി ഒന്നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. നമ്മുടെ 10 മണിയാണ് ഹാങ്ങിങ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. മനുഷ്യന്റെ ജീവിതം, മനുഷ്യന്റെ യാത്ര, മനുഷ്യന്റെ പ്രവൃത്തി എന്ന ഭൂലോകത്ത് പെരുകി അനേകം കുടുംബങ്ങൾ, അനേകം മാതാപിതാക്കൾ. ഇതൊക്കെയാണ് നമ്മുടെ ഗാർഡൻ്റെ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ചയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ബൈ ബൈ.